നമസ്കാരം. ക്യാൻസർ ചികിത്സാ രംഗത്ത് അത്ഭുതപ്പെടുത്തുന്ന മരുന്ന് കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട് ഇന്ത്യയിലെ പ്രശസ്ത ക്യാൻസർ ഗവേഷക ചികിത്സാ കേന്ദ്രമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് 10 വർഷത്തെ ഗവേഷണത്തിനൊടുവിലാണ് ക്യാൻസർ തിരിച്ചുവരവിനെ പ്രതിരോധിക്കാനുള്ള ഗുളിക കണ്ടെത്തിയതെന്ന് ഗവേഷകർ പറയുന്നു. റേഡിയേഷൻ, കീമോതെറാപ്പി പോലുള്ള ചികിത്സാ രീതികളുടെ അനന്തരഫലങ്ങളെ കുറയ്ക്കുന്നതാണ് പ്രസ്തുത മരുന്നെന്നും ഗവേഷകർ പറയുന്നു. ഒരിക്കൽ ക്യാൻസർ ബാധിച്ചവർക്ക് വീണ്ടും അതേ രോഗം വരുന്നത് പ്രതിരോധിക്കുന്ന മരുന്നാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ വികസിപ്പിച്ചത്. ഇതേക്കുറിച്ച് ഗവേഷണത്തിൽ പങ്കാളിയായ ഡോക്ടർ രാജേന്ദ്രൻ ബ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഗവേഷണത്തിനായി മനുഷ്യരിലെ ക്യാൻസർ കോശങ്ങളെ എലികളിലേക്ക് കടത്തുകയും അവ ട്യൂമറായി രൂപപ്പെടുത്തുകയും ചെയ്യും. ശേഷം എലികളിലെ റേഡിയേഷൻ തെറാപ്പിയും കീമോതെറാപ്പിയും സർജറിയും ചെയ്യും. ക്യാൻസർ കോശങ്ങൾ നശിക്കുമ്പോൾ അവ ക്രോമാറ്റിൻ കണികകൾ എന്ന് വിളിക്കാവുന്ന ചെറിയ കണികകളായി വിഘടിക്കുന്നതായും കണ്ടെത്തി. അവ രക്തത്തിലൂടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയും ആരോഗ്യകരമായ കോശങ്ങളിൽ പ്രവേശിച്ച് അവയെ ക്യാൻസർ ആകുകയും ചെയ്യുമെന്ന് ഡോക്ടർ രാജേന്ദ്ര ബ പറഞ്ഞു. ഈ പ്രശ്നത്തിന് പരിഹാരമെന്നോണമാണ് ഡോക്ടർമാർ റെവിറ്റോൾ കോപ്പർ എന്നിവയടങ്ങിയ പ്രോ ഓക്സിഡന്റ് ടാബ്ലറ്റുകൾ വികസിപ്പിച്ച് എലികൾക്ക് നൽകിയത്. ഇവ ഓക്സിജൻ റാഡിക്കലുകളെ സൃഷ്ടിക്കുകയും അവ ക്രോമാറ്റിൻ കണികകളെ നശിപ്പിക്കുകയും ചെയ്യും. R+CU ഗുളികകളുടെ രൂപത്തിൽ കഴിക്കുമ്പോൾ ഓക്സിജൻ റാഡിക്കലുകൾ വയറിൽ രൂപപ്പെടുകയും അവ എളുപ്പത്തിൽ രക്തപ്രവാഹത്തിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയും ആരോഗ്യകരമായ കോശങ്ങളിൽ പ്രവേശിച്ച് അവയെ ക്യാൻസർ ആക്കുകയും ചെയ്യും. R+CUവിന്റെ മാജിക് അഥവാ മാജിക് ഓഫ് R+CU എന്നാണ് ഗവേഷകർ ഈ ചികിത്സാ രീതിയെ വിശേഷിപ്പിക്കുന്നത്. ക്യാൻസർ ചികിത്സാ രീതിയുടെ പാർശ്വഫലങ്ങളെ 50% കുറയ്ക്കുന്ന ഈ ഗുളിക രണ്ടാം തവണ ക്യാൻസർ ബാധിക്കുന്നതിനെ 30% പ്രതിരോധിക്കുമെന്നും ഗവേഷകർ പറയുന്നു. പാൻക്രിയാസ്, ശ്വാസകോശം, വായ് തുടങ്ങിയവയെ ബാധിക്കുന്ന ക്യാൻസറുകൾക്ക് ഫലപ്രദമാണ് ഈ മരുന്നെന്ന് പറയുന്നുണ്ട്. മനുഷ്യരിലും എലികളിലും മരുന്നിന്റെ പാർശ്വഫലങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഗവേഷകർ. അനുമതി ലഭിക്കുന്നതോടെ ജൂലൈ മുതൽ മരുന്ന് വിപണിയിലെത്തും. പൊതുവെ ക്യാൻസർ ചികിത്സകൾ ലക്ഷങ്ങളുടെ ബാധ്യത സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഈ മരുന്ന് വെറും 100 രൂപയ്ക്ക് ലഭ്യമാകുമെന്നും ഗവേഷകർ പറയുന്നു.